ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വണ്ടി നിങ്ങൾ എവിടെ നിന്ന് എടുത്തെന്ന് പറയുക, ഏത് സ്ഥാപനം എന്ന് പറയുക. ഇപ്പോൾ നമ്മുടെ കോഴിക്കോടിനും പാലക്കാടിനും ഇടയ്ക്കുള്ള ജില്ലയിലെ ചങ്കുവെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഈ വണ്ടി എടുത്തുള്ളത്. ഇത് നമ്മളൊരു ഷോപ്പിൽ നിന്നൊന്നും അല്ല എടുത്തത്. ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കണ്ടിട്ടാണ് എടുത്തത്. ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു വർഷമായി. ഈ വണ്ടി നമ്മൾ എടുത്തപ്പോൾ തന്നെ കുറേ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് കുറേ കാലം വർക്ക്ഷോപ്പിലാണ്. ഞാൻ ഏകദേശം ഒരു 4000-5000 കിലോമീറ്റർ ഞാൻ മൊത്തത്തിൽ പേഴ്സണലി ഓടിയിട്ടുള്ളൂ. നിങ്ങൾ ഈ നമ്മുടെ ഒരു പ്രീവിയസ് വീഡിയോ നിങ്ങൾ കാണുമല്ലോ ഫ്ലോറിൻ്റെ, ഇതൊക്കെ കണ്ടപ്പോഴാണ് എൻ്റെ കൺട്രോൾ പോയത്. അപ്പോൾ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റ്, എനിക്കൊരു ഫെയിമിന് വേണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കിയ വീഡിയോ ചെയ്യാനാണ്, എനിക്കൊരു ജില്ലയെ പറ്റി കുറ്റപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ ചെയ്യാം. ചെക്കൻ ജില്ലയായിട്ട് ആ സ്റ്റിക്കർ ഊരുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിക്ക് ഇതിന് നല്ല റീച്ച് കിട്ടുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഇപ്പം നമുക്ക് മനസ്സിന് പൈസ ചിലവാക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം അങ്ങ് വിഷമം സഹിക്കാതായ തറയും കൂടെ ഒക്കെ അങ്ങനെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ അത് പറഞ്ഞത്. അപ്പം ഈ ചങ്കുവെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു ഞായറാഴ്ചയാണ് പോകുന്നത്. അപ്പം ഈ പയ്യനെ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിൽ പരസ്യം കണ്ടിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ അവനെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കിന് ഒരു ഹാഫ് തോന്നാം കേട്ടോ. അപ്പോൾ അവൻ്റെ ഒരു ഫേസ്ബുക്ക് ഐ ഡി എൻ്റെ ഇപ്പം ഇല്ല, അടിച്ച് പൂട്ടിച്ച് എൻ്റെ പഴയ അക്കൗണ്ട്. അല്ലെങ്കിൽ ഞാൻ അവൻ്റെ ഫേസ്ബുക്ക് ഐ ഡി ഒക്കെ ഞാനത് വെച്ചാണ്. എൻ്റെ അവൻ്റെ ഇപ്പോൾ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ എൻ്റെ ഒന്നും ഇല്ല. കാരണം നമ്മൾ ഫോണൊക്കെ മാറിയപ്പോൾ വാട്സപ്പ് നമ്പർ സേവ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ മിസ്സായി പോയി. അപ്പോൾ വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചങ്കുവെട്ടിയിൽ പോയി 3-4 ബസ് കയറിയാണ് പോകുന്നത്. ഏകദേശം ഒരു 10-11 മണിക്കൂർ യാത്രയുണ്ട്, നമുക്ക് മണിക്കൂറത്തെ യാത്രയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പോകുമ്പോഴേ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു ഹാഫിലാണ്. അപ്പം ഇത് നിങ്ങളെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ ഇത്ര ദൂരം വണ്ടി എടുക്കാൻ വരുന്നത്. പലർക്കും പല ക്യാരക്ടറാണ്. എനിക്ക് വണ്ടി എടുക്കുമ്പോൾ അത്യാവശ്യമൊക്കെ മോശമാണെങ്കിൽ ഞാനങ്ങനെ എടുക്കും, നമുക്ക് പണിയാലോ എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ഞാൻ എടുക്കും. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ആയിരിക്കും. എല്ലാവരും പെർഫെക്റ്റ് ആയാലും എടുക്കുള്ളൂ. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പുതിയ വണ്ടിയുടെ കണ്ടീഷൻ വേണമെന്നുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ല. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇത്രയൊക്കെ ഒരാളെ പറ്റിക്കാൻ പാടുള്ളൂ. നിങ്ങൾ തന്നെ ആലോചിക്കും, ഒരു ചെക്കഞ്ചിന്റെ ആ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ, ചെക്കഞ്ചിൻ കത്തി കിടക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഓക്കെ, വേറെ എന്തൊക്കെയോ വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് സ്കാൻ ചെയ്യണം എന്നൊക്കെ നമുക്ക് പൊതുവേ തോന്നും. ഈ ചെക്കഞ്ചിൽ സ്റ്റിക്കർ ഇട്ട് ചെയ്യാൻ നമുക്ക് സ്കാൻ ചെയ്യണം എന്നുള്ള സാധനം നമ്മുടെ മൈൻഡിൽ കയറൂല പെട്ടെന്ന്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി, അപ്പോൾ ഇത് ചാവി ഉണ്ടാക്കുമ്പോൾ ഇത് കത്തുന്നുള്ളതൊന്നും നമ്മളപ്പോൾ ചിന്തിക്കുന്നില്ല. നമ്മൾ വണ്ടി ചാട്ട് ആ ചെക്കഞ്ചിനൊന്നും കത്തുന്നില്ല, വണ്ടി ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ പോയി. ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം ഏത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാൽ പേടിയെന്നുള്ള നമ്മൾ മനസ്സിലാക്കും. ഞാൻ കുറേ കാലം ഗൾഫിൽ ജോലി ചെയ്ത ഒരാളാണ്. നിങ്ങൾ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ജില്ല, ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്തുനിന്നോ അല്ലെങ്കിൽ കൊല്ലത്തിലോ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ഒരു ചെറിയൊരു ഗ്രാമത്തിൻ്റെ ഒരു വില്ലേജിൻ്റെ പേര് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാൻ കഴിയും? അപ്പോൾ നമ്മൾ നോർമലി പറയും ഇന്ന ജില്ല എന്നാണെങ്കിൽ ഇന്ന ജില്ലയെന്ന് പറയാൻ കഴിയുള്ളൂ. നിങ്ങൾ ആലോചിക്കും, കൊല്ലത്ത് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ മൊത്തം കൊല്ലക്കാരൻ പറയത്തില്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞു, ഒരു തെക്കനെയും ഒരു പാമ്പിനെയും കണ്ടു കഴിഞ്ഞാൽ ആദ്യം ആ തെക്കനെ അടിച്ചു കൊല്ലണം എന്ന് പറയുന്ന ആളുകളാണ് നിങ്ങൾ. അപ്പം നിങ്ങളാണ് നമ്മളെ ഇത് പറയുന്നത്. ഞാൻ ഇന്ന ഒരു ജില്ലയുടെ മലപ്പുറം എന്ന് ഞാനൊന്ന് പറഞ്ഞു പോയെന്ന് നിങ്ങൾ പറയുന്നത്, അതും കൂടെ നിങ്ങൾ ആലോചിക്കണം. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ പറയണം, അതിനകത്ത് കുറേ ആളുകൾ നോക്കിയെടുക്കുന്ന കേസൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയെടുക്കാത്തതുകൊണ്ടാണ് അവർ പറ്റിച്ചത്. അപ്പോൾ നോക്കിയെടുക്കാൻ അറിയാത്ത ആളുകളെ നിങ്ങൾ പറ്റിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഇങ്ങനെയാണ് നോക്കിയെടുക്കുക, ഒരാളൊരു പാവപ്പെട്ട വന്നാൽ ഞങ്ങൾ അവരെ പറ്റിച്ചു വിടും എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഓക്കെ. അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ കൂടുതലൊന്നും പറയില്ല. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. ഇതിൻ്റെ അടുത്ത വീഡിയോ നമ്മൾ അത് ഇടാം. അപ്പം എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പം നമ്മുടെ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങൾ നമ്മളൊന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ കൂടെ കൂടുക.